സാർ ഈ പോസ്റ്റ് കണ്ടായിരുന്നു? യുവരാജ് ഗോകുലിന്റെ പോസ്റ്റാണ്. അതായത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: മകളുടെ ജീവിതം രക്ഷിക്കാൻ ഏതറ്റം വരെ പോകുന്ന ജോർജ് കുട്ടി ഒരു വശത്ത്, മകളുടെ സമ്പാദ്യം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന പിണറായി മറുവശത്ത്. ട്രെയിലർ പൊളിച്ചു. അതായത് പിണറായി വിജയനും നടൻ മോഹൻലാലും തമ്മിലുള്ള ഒരു അഭിമുഖ സംഭാഷണം സർക്കാരിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്താണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്തുള്ള ഒരു കോമഡിയാണ് വലിയ വിമർശനമായിട്ട്, ഗംഭീര വിമർശനമായിട്ട് യുവരാജ് ഗോകുൽ എന്ന് പറയുന്ന നേതാവ്, ജനപ്രിയനായിട്ടുള്ള ആ നേതാവ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതിഗംഭീരമായ ഒരു വിമർശനമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിണറായി വിജയനും ജോർജ് കുട്ടിയും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലേ സാർ? പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ഒരു താരതമ്യം അത്ര ശരിയായില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജോർജ് കുട്ടി എന്ന് പറഞ്ഞാൽ ദൃശ്യത്തിലെ ജോർജ് കുട്ടിയാണ്, മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രമാണ്. പക്ഷെ അതിനകത്ത് അതിവിദഗ്ധമായിട്ടാണ് ജോർജ് കുട്ടി ആ മകളെ സംരക്ഷിക്കാൻ വേണ്ടി ആ ക്രൈം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല, അല്ലേ? അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് പോലും ഒരു ആ എങ്ങനെയാണോ ആ ക്രൈം ബുദ്ധി ഉപയോഗിച്ചിട്ട് അതിങ്ങനെ വേറൊരു പാത്തിലൂടെ കൊണ്ടുപോയി മൂടി വയ്ക്കുന്നത് ആർക്കും പിടിക്കാൻ പറ്റുന്നില്ല, തെളിവുകളില്ലാത്തൊരവസ്ഥയിൽ, അല്ലേ? അപ്പോൾ ആ രീതിയിൽ ആണ് ജോർജ് കുട്ടിയുടെ അതിനകത്തുള്ള ആ ഒരു ഈ ക്രൈമിനെ മൂടുന്നൊരു സംഗതി. പക്ഷെ എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിക്കെതിരെ ആ ഒരു സാമ്യം കൊണ്ടുവന്നത് അത് അത്ര ഉചിതമായിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പം പറയുന്നത് മകളുടെ, അല്ലേ, ഈ എക്സാലോജിക്കിൻ്റെ സംഗതിയാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ബുദ്ധിപരമല്ലാത്ത ഒരു രീതിയിലാണ് ആ മകളുടെ ഡീലിങ്സ് നടത്തപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉദാഹരണത്തിന് ജോലി എന്ത് പിന്നെ സർവീസ് കൊടുത്തിട്ടാണ് ഈ വേതനം കിട്ടിയത്? അപ്പോൾ വേതനം കിട്ടിയതിന് ടാക്സ് അടച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് വേതനം എന്ന് ചോദിച്ചപ്പോഴത്തേക്കില്ല. അപ്പോൾ അത് ഇൻകം ടാക്സിൻ്റെ സെറ്റിൽമെൻറ്റ് ബോർഡിനകത്തും ഈ പറഞ്ഞതുപോലെ വളരെ വ്യക്തമായിട്ടത് നമ്മുടെ രാജ്യത്തെ തന്നെ ഒരു ഏജൻസി വ്യക്തമാക്കിയിരിക്കുകയാണ്, അനർഹമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ജോർജ് കുട്ടിയെയും അപ്പം തീർച്ചയായിട്ടും മോഹൻലാലിൻ്റെ സാന്നിധ്യം വെച്ചുകൊണ്ടും പിന്നെ ഈ ദൃശ്യം സിനിമയുടെയും മൂന്നാം പതിപ്പ്, അല്ലേ, മൂന്നാം പതിപ്പൊക്കെ വരുന്നതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പിണറായി സർക്കാർ വരുമ്പോൾ ദൃശ്യത്തിൻ്റെ മൂന്നാം പതിപ്പ് വരും എന്നുള്ള സ്ഥാനത്തിലാണ്. പക്ഷെ അത് എങ്ങനെയാണെങ്കിലും ആ ഒരു സിനിമ ഡയറക്ടറുടെ ജിത്തു ജോസഫിൻ്റെ ഒരു ബ്രില്യൻസ് മുഖ്യമന്ത്രിയുടെ മകളുടെ കേസിലോ അതല്ലെങ്കിൽ എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട കേസിലോ ആ ബ്രില്യൻസ് ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ വേറൊരു കാര്യത്തിലാണ് താരതമ്യം. ജോർജ് കുട്ടി ആ ദൃശ്യത്തിൽ അത് ഇത്രയും ഏർപ്പെടുന്നത് മകൾക്ക് വേണ്ടിയാണ്, അല്ലേ? അപ്പോൾ എന്ന് പറയുന്നതുപോലെ മുഖ്യമന്ത്രി ഇത് ചെയ്യുന്നത് മുഴുവൻ മകൾക്ക് വേണ്ടിയാണ് എന്നുള്ള അവിടെ ഒരു ചെറിയ എനിക്കൊരു സംശയം, അതത്ര ഉചിതമാണോ എന്ന്. കാരണം ഇതതിൻ്റെ കൂട്ടത്തിലൊരു സംഗതിയാണ്. മകളൻ രക്ഷപ്പെട്ടു പോകുന്നു മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ അവർക്കെതിരെയുള്ള കേസുകളൊക്കെ എങ്ങനെ പോകുന്നു, അതിങ്ങനെ ED ഒക്കെ ഒരു ഭാഗത്ത് ഒരു ചില സന്ദർഭങ്ങളിൽ വരുമ്പോഴത്തേക്ക് അന്വേഷണങ്ങളൊക്കെ ഫ്രീസായി പോകുന്നു, അല്ലേ? SFIO വരുന്നു. പിന്നെ അതുപോലെ തന്നെ നയതന്ത്ര കള്ളക്കടത്ത്, അല്ലേ? അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ അറസ്റ്റിലാവുന്നു. അതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. ഇദ്ദേഹം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് ഒട്ടേറെ ആരോപണങ്ങൾ വരികയുണ്ടായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഞാൻ കാണുന്നത് അതിവിദഗ്ധമായിട്ട്. പക്ഷേ അവിടെയാണ് ഞാൻ പറഞ്ഞത്, ജോർജ് കുട്ടിയുടെ ആ ഒരു സിനിമയിലെ പ്രവൃത്തികൾ ഭയങ്കര കൺവിൻസിങ് ആണ്. പക്ഷേ ഇവിടെ ചെയ്യുന്നതല്ല. ഇവിടെ നമ്മൾക്ക് കൺവിൻസ്ഡ് ആവുന്നുണ്ട് എന്ത്, എവിടെയോ ചില പൊരുത്തക്കേടുകൾ നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ഈ ദേവസ്വം ബോർഡിലെ സ്വർണ്ണക്കൊള്ള. ഒരു സംശയം വേണ്ട, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അറിയാതെ അവിടുത്തെ പാളി എടുത്തുകൊണ്ട് എങ്ങോട്ടും ആരും കൊണ്ടുപോകില്ല. അതെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. അത് ഹൈക്കോടതിക്ക് എനിക്ക് തോന്നുന്നു ഹൈക്കോടതിയുടെ മുമ്പിലും അത് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ബോധ്യത്തിൻ്റെ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ ബോധ്യം കൊണ്ടായിരിക്കണം ഓരോ തവണയും ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജാമ്യാപേക്ഷ സുപ്രീം കോടതിന് മുമ്പിൽ ചെല്ലുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ സ്വർണം പോലും അടിച്ചുകൊണ്ട് പോക്കളഞ്ഞല്ലോ എന്നൊരു സംശയമില്ലാതെ ചോദിച്ചിരിക്കുകയാണ്. ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുന്നത്.
അപ്പോൾ ഇത് ഇനി എന്തെങ്കിലും ഇവിടെ ബാക്കിയുണ്ടോ എന്ന് രാജ്യത്തെ അപ്പെക്സ് കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി ചോദിക്കണം എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജോ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഒരു ജഡ്ജോ ഒന്നും വെറുതെ ഒന്നും ചോദിക്കത്തില്ല, അല്ലേ? ദൈവത്തിൻ്റെ സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോയി, അതേപോലെ ഇനി എന്തെങ്കിലും അവിടെ അവശേഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിൻ്റെ അർത്ഥം സുപ്രീം കോടതി ജഡ്ജിക്ക് ബോധ്യമായിരിക്കുന്നു ശബരിമലയിലെ സംഗതി എല്ലാം അടിച്ചുകൊണ്ട് പോയിരിക്കുന്നു, അല്ലേ? അപ്പോൾ അത് ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അറിയാതെ കൊണ്ടുപോകുന്ന പ്രശ്നമേ ഇല്ല, ഒരു സംശയം വേണ്ട കരുതി. കാരണം ഇവിടെ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ശരിയാണ്, സ്വതന്ത്രമായ ബോഡിയാണ്. അതായത് അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലോ, അതായത് അതിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ ഒരു കാരണവശാലും ഗവൺമെൻറ് ഇടപെടാൻ പാടില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ആ സംവിധാനങ്ങളൊക്കെ ഉള്ളത്. അതേ സമയത്ത് ഈ പൊളിറ്റിക്കൽ ഉത്തരവാദിത്വം, നേതൃപരമായ ഉത്തരവാദിത്വം സർക്കാരിനാണ്. ആ നേതൃപരമായ ഉത്തരവാദിത്വം സർക്കാരിനുള്ളത് കൊണ്ടാണ് സർക്കാർ യോഗ്യരായ ആൾക്കാരെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാക്കി വെക്കേണ്ടി വരുന്നത്. അവിടെയാണ് ലീഡർഷിപ്പിൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് വരുന്നത്. ഈ സർക്കാർ ദേവസ്വം ബോർഡ് ഭരിക്കാനായിട്ട്, ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഭരിക്കാനായിട്ട് യോഗ്യനായ വ്യക്തി, കള്ളവും വൃത്തികേടുകളും അതേപോലെ തന്നെ സർക്കാരിൻ്റെ പിന്നെ താല്പര്യങ്ങൾക്ക് അനാവശ്യമായിട്ട് മറ്റ് ദേവസ്വം മന്ത്രിയുടെ മറ്റ് മന്ത്രിമാരുടെ താല്പര്യങ്ങൾക്ക് വിധേയമാകാത്ത, എന്താണ് ദേവസ്വം, അതല്ല എന്താണ് ക്ഷേത്രം, എങ്ങനെയായിരിക്കണം ക്ഷേത്രങ്ങളുടെ ഭരണം, അവിടെ എന്ത് സർവീസാണ് അവിടെ വരുന്ന ഭക്തർക്ക് നൽകേണ്ടത് എന്നൊക്കെ ബോധ്യമുള്ളയും കേരളത്തിലെ പൊതു സംസ്കാരത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ ഇത്തരം സ്ഥാപനങ്ങളെ, ക്ഷേത്രങ്ങളെ സാംസ്കാരിക കേന്ദ്രങ്ങളാക്കി ഉയർത്താൻ കഴിയുന്ന നേതൃപാടവ ശേഷിയുള്ള ഒരു വ്യക്തിയെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് നിയമിക്കുകയാണെങ്കിൽ ചിത്രം മാറി. ഇപ്പോൾ ഉദാഹരണത്തിന് ആലോചിച്ച് നോക്കുക, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ വിജയ് മല്യ ഇത്രയും കൂടുതൽ സ്വർണം കൊടുക്കാമെന്നൊക്കെ പറയുന്നു. ഈ സമയത്ത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി ചിന്തിക്കുകയാണ്, തന്ത്രിയെ വിളിച്ച് ആലോചിക്കുകയാണ്, നമുക്ക് ഇത്രയും വിജയ് മല്യ ഇത്ര കോടി അല്ലെങ്കിൽ ഇത്ര രൂപയുടെ സ്വർണം തരാമെന്ന് പറയുന്നു. അപ്പോൾ അതൊരു നല്ല പ്രപ്പോസലാണ്. ഇപ്പോൾ ഒരു പിന്നെ എത്ര 2 കിലോ 4 കിലോ 10 കിലോ എത്ര ആയിക്കോട്ടെ സ്വർണം തരാമെന്ന് പറയുന്നു. അപ്പോൾ അതിന് ക്യാഷ് വേണം. ആ ക്യാഷ് നമുക്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ശബരിമലയിൽ ഒരു വേദങ്ങളും ഉപനിഷത്തുകളും പിന്നെ സ്ഥിരമായി കുട്ടികളെ, ഇവിടെ തൽപരരായ കുട്ടികളെ തിരഞ്ഞെടുത്ത് ഇവിടെ പഠിപ്പിക്കുന്ന, വേദവും ഉപനിഷത്തും നല്ല രീതിയിൽ അവർക്ക് ഭക്ഷണവും താമസ സൗകര്യവും ഒക്കെ കൊടുത്ത് മലയിറങ്ങാതെ ഇവിടെ നിർത്തി പഠിപ്പിക്കുന്ന കുറേ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിക്കൂടാ? ഇന്ത്യയുടെ ചരിത്രം മാറും. മനസ്സിലായില്ലേ? ലോകത്തിനൊരു പക്ഷേങ്കിൽ അവിടെ നിന്ന് ഈ വെളിച്ചം വീശാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് ഉയരാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതറിയുന്ന ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കണം, അല്ലേ? ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അങ്ങനെയുള്ളൊരു വ്യക്തിയെ അങ്ങനെയുള്ള വ്യക്തിയാണോ നിയമിക്കേണ്ടത്, അതോ നമ്മൾ പറയുന്നതനുസരിച്ചിട്ട് അതൊരു ഭയങ്കരമായിട്ട് ഒരു ചിലവും ഇല്ലാതെ കാശ് വന്ന് അടിയുന്നൊരു സ്ഥലമാണ്, പിന്നെ അതേപോലെ ഇഷ്ടം പോലെ സ്വർണ്ണങ്ങളും രത്നങ്ങളും സംഭാവനകളും ഒക്കെ എത്തുന്ന സ്ഥലമാണ്, അതൊക്കെ നമുക്ക് വീതിച്ചെടുക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണോ വെക്കേണ്ടതെന്ന് നോക്കിയിട്ട് അങ്ങനെയുള്ള വ്യക്തിയാണോ നിയമിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. അങ്ങനെ നിയമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം ഈ 2 പ്രസിഡന്റുമാർ അകത്ത് കിടക്കുന്ന സാധനം, അല്ലേ? അപ്പോൾ അതിനകത്ത് നിന്ന് ഗവൺമെൻറ് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു സംശയം വേണ്ട, ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചിലപ്പം തെളിവുകൾ കണ്ടെത്തില്ല എന്നിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇ ഡി വന്നു എവിടെയെങ്കിലും പിന്നെ ഇവിടെ കേരളത്തിലൊരു വിഷയത്തിൽ പെട്ട് കഴിഞ്ഞാൽ ആ സംഗതി ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അത് മരവിക്കും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഇതുവരെയുള്ള അനുഭവം എന്ന് പറയുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഒരു കാര്യത്തിലും മലയാളികൾക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല, ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അറിയാതെ ഒരു തരി സ്വർണം ശബരിമലയിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല. അതിൻ്റെ ഒരു ഓപ്പറേഷണൽ, അതായത് ഈ എന്താ പറയുക, ഈ ചുമട്ട് ജോലിയാണ് ആര് ചെയ്തത്? പോറ്റി ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ രീതിയിൽ ഒരു ബുദ്ധിപരമായിട്ട് ഈ സംഗതിയെ ഡീൽ ചെയ്യുന്നതിൽ ജോർജ് കുട്ടിയുടെ അത്ര വൈഭവം ഈ സർക്കാരിനോ അല്ലെങ്കിൽ സർക്കാരിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിക്കോ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 2 ജോർജ് കുട്ടിയും ഓഫ് കോഴ്സ് മോഹൻലാലും ജോർജ് കുട്ടിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ആ ഒരു ടീസർ ഇട്ടതിൽ അത് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാം. പക്ഷേ ഈ ദൃശ്യത്തിലെ അല്ലെങ്കിൽ ജോർജ് കുട്ടി എന്ന സിനിമയിലെ കഥാപാത്രത്തിൻ്റെ ബ്രില്യൻസ് ഈ സർക്കാരിൻ്റെ ഇത്തരം ഓപ്പറേഷനുകളിൽ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള
ഓപ്പറേഷനിൽ ആ ബ്രില്യൻസ് കാണാതായി പോയി എന്നുള്ളിടത്താണ് ഞാൻ ഇതിനോട് എനിക്ക് യോജിക്കാൻ പക്ഷേ പ്രയാസം. ഒരു കാര്യം, മകളെ രക്ഷിച്ചല്ലോ, ജോർജ് കുട്ടി രക്ഷിച്ചു, ആ. പിണറായി വിജയൻ മകളെ രക്ഷിച്ചല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ആ ബ്രില്യൻസിന്റെ കാര്യമാണ്. അതെ, ബ്രില്യൻസ് ശരിയാണ്. ഉദാഹരണത്തിന് രക്ഷിച്ചു എന്ന് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇത്രയും നാൾ കൊടുക്കാതെ കാത്തില്ലേ? കാത്തു. പക്ഷേ ഇനിയിപ്പം ജസ്റ്റ് ഇമാജിൻ UDF അധികാരത്തിൽ വരുന്നിരിക്കട്ടെ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരും ഈ പറഞ്ഞ ഇങ്ങനെ ഒരു പുതിയ അന്വേഷണം കൊണ്ടുവന്ന് യഥാർത്ഥ കൾപ്രിറ്റ്സിനെ ഒന്നും പിടിച്ചകത്തിടത്തില്ല. കാര്യം അത് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവം. കേരളത്തിൻ്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ ഒരു കേസാണ് R. ബാലകൃഷ്ണപിള്ളയെ കുറച്ച് നാൾ പിടിച്ചകത്തിട്ട്. അതും അദ്ദേഹം ജയിലിൽ കിടന്നിട്ടില്ല, ഇവിടുത്തെ പഞ്ചവത്സര ഹോസ്പിറ്റലുകളിലാണ് കിടന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പം നാളെ ഒരു സർക്കാർ വരികയാണ് ഇതൊന്ന് വീണ്ടും അന്വേഷിക്കണം, ശബരിമലയിലെ ഇത് കട്ട ആൾക്കാരെ, അതല്ലെങ്കിൽ കേരളത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ സമ്പത്ത് മോഷ്ടിച്ച ആൾക്കാരെ പിടിച്ചകത്തിട്ടേ എന്ന് ആരെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് ജോർജ് കുട്ടിയുടെ ബ്രില്യൻസ് നമ്മളുടെ ഈ സ്റ്റേറ്റിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിൽ കണ്ടില്ല എന്ന് പറഞ്ഞു. അതർവൈസ് ഈ പറഞ്ഞതുപോലെ രണ്ടും ഈ ബാഹ്യമായ സാമ്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് സമ്മതിക്കേണ്ടി വരും. പക്ഷെ എന്തായാലും അതിന്റെ പേരിൽ നല്ല ട്രോളുകൾ വരുന്നുണ്ട്. അതെ, അത് വരട്ടെ, മനുഷ്യരുടെ ഭാവന വികസിക്കട്ടെ. അപ്പൊ അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ ഒരു വിഷയം ചർച്ച ചെയ്യാനുള്ളത്. അങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പൊ അതുള്ളതിന്റെ പേരിൽ നമ്മൾ അതിനെ വേറൊരു രീതിയിൽ കാണുന്നു, അല്ലേ? അങ്ങനെ പല രീതിയിൽ നമുക്ക് കാണാമല്ലോ.